DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ പൗരന്മാർക്കും, പ്രത്യേകിച്ച് അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും വീട്ടമ്മമാർക്കുമെല്ലാം വാർദ്ധക്യകാലത്ത് എല്ലാ മാസവും ഒരു വരുമാനം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ഒരു പെൻഷൻ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട്. ഈ പദ്ധതിയിൽ ചേരുന്നവർക്ക് 60 വയസ്സ് കഴിയുമ്പോൾ എല്ലാ മാസവും പെൻഷൻ ലഭിക്കുന്നു. ഇങ്ങനെ പെൻഷൻ ലഭിക്കുന്ന ആൾ 70 വയസ്സിലോ 75 വയസ്സിലോ ഒക്കെ മരണപ്പെട്ടാൽ ആ വ്യക്തിയുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവ് ആരാണോ ജീവിത പങ്കാളി ആ വ്യക്തിക്ക് തുടർന്ന് മാസം തോറും പെൻഷൻ ലഭിക്കുന്നു. ആ ജീവിത പങ്കാളിയും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ നോമിനിക്ക് അഥവാ അവകാശിക്ക് 8.5 ലക്ഷം രൂപ വരെ ലഭിക്കുന്നു. രാജ്യത്ത് കോടിക്കണക്കിന് സാധാരണക്കാർ ചേർന്ന് കഴിഞ്ഞിരിക്കുന്ന ഈ കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള വിശദവിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. സർക്കാർ ജീവനക്കാരൊക്കെ ജോലിയിൽ നിന്നും റിട്ടയർ ചെയ്താൽ പിന്നെ എല്ലാ മാസവും അവർക്ക് പെൻഷൻ ലഭിക്കുന്നതാണ്. എന്നാൽ ഭൂരിഭാഗം സാധാരണക്കാർക്കും ഇത്തരത്തിലുള്ള പെൻഷനൊന്നും ഇല്ല എന്നതാണ് വാസ്തവം. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകുന്നവർക്കും നിർമ്മാണ തൊഴിലാളികൾക്കും ഓട്ടോ ഡ്രൈവർമാർക്കും കൃഷിപ്പണി ചെയ്യുന്നവർക്കും വീട്ടമ്മമാർക്കും ഒന്നും അവരുടെ വാർദ്ധക്യകാലത്ത് എല്ലാ മാസവും ഒരു നിശ്ചിത തുക ലഭിക്കുന്ന രീതിയിലുള്ള പെൻഷൻ പദ്ധതികളൊന്നും കാര്യമായി തന്നെ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്ന് സാധാരണക്കാർക്കും അവരുടെ വാർദ്ധക്യകാലത്ത് ഉറപ്പായ ഒരു പ്രതിമാസ പെൻഷൻ ലഭിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അടൽ പെൻഷൻ പദ്ധതി രാജ്യത്ത് കൊണ്ടുവന്നു. 2015 മെയ് 9 അവതരിപ്പിച്ച ഈ പദ്ധതിയിലൂടെ നിലവിൽ പ്രതിമാസം 5000 രൂപ വരെയാണ് പരമാവധി ലഭിക്കുന്നത്. അതിപ്പോൾ പ്രതിമാസം 10000 രൂപ വരെയാക്കി വർദ്ധിപ്പിക്കുവാൻ സാധ്യതയുണ്ടെന്ന വാർത്തകളും വരികയാണ്. ഇതുവരെ 7 കോടിയിലധികം പേർ ഈ കേന്ദ്ര പദ്ധതിയിൽ ചേർന്നു കഴിഞ്ഞു. 2015 മെയ് 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന. ഇത് പാവപ്പെട്ടവർക്കും അസംഘടിത മേഖലകളിലൊക്കെ തൊഴിലെടുക്കുന്നവർക്കും വാർദ്ധക്യകാലത്ത് വരുമാന സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഒരു മുൻനിര സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ്. ജോലിയിൽ നിന്നും വിരമിച്ചിട്ടും അതല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞിട്ടും മാസം തോറും യാതൊരു ആനുകൂല്യവും ലഭിക്കാത്തവർക്ക് ഒരു വരുമാന സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് ഈ കേന്ദ്ര പദ്ധതിയുടെ ലക്ഷ്യം. 60 വയസ്സിന് ശേഷമാണ് എല്ലാ മാസവും ഈ പദ്ധതി വഴി പെൻഷൻ തുക ലഭിച്ചു തുടങ്ങുക. 18 വയസ്സ് മുതൽ ഈ പദ്ധതിയിൽ ചേർന്നു തുടങ്ങാം. അടൽ പെൻഷന്റെ പ്രധാന പ്രത്യേകത ഇതൊരു ഉറപ്പുള്ള പെൻഷൻ പദ്ധതിയാണ്. നിങ്ങൾ 5000 രൂപയുടെ പെൻഷൻ ലഭിക്കുന്നതിനാണ് ചേർന്നിരിക്കുന്നതെങ്കിൽ 60 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായും 5000 വീതം പെൻഷൻ ലഭിക്കും. അതിൽ കുറവൊന്നും വരികയില്ല. നിങ്ങൾ മരണപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്കും 5000 രൂപ വീതം ലഭിക്കും. അതിലും കുറവുണ്ടാകില്ല. ഇനി ജീവിത പങ്കാളിയുടെ മരണശേഷം അവരുടെ നോമിനിക്ക് 8.5 ലക്ഷം രൂപയും ലഭിക്കും. അതോടെ അടൽ പെൻഷനിൽ ചേരുന്നതിനുള്ള പ്രായം 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. പെൻഷൻ ലഭിച്ചു തുടങ്ങുക 60 വയസ്സ് മുതലായിരിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ. 18 വയസ്സ് മുതൽ ഈ പദ്ധതിയിൽ ചേരുന്നവർ 60 വയസ്സാകുന്നത് വരെ ഒരു ചെറിയ പൈസ അടച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. 40 വയസ്സിൽ ചേരുന്നവരും 60 വയസ്സുവരെ പൈസ അടച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് എല്ലാ മാസമോ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ വർഷത്തിൽ ഒരിക്കലായോ തുക അടക്കാവുന്നതാണ്. ബാങ്കുകൾ വഴിയോ ഏതെങ്കിലും പോസ്റ്റ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ ഓൺലൈനായോ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ്. 18 വയസ്സുള്ള ഒരാൾ മാസം 42 രൂപ വീതം അടച്ചാൽ നിങ്ങൾക്ക് 60 വയസ്സ് കഴിയുമ്പോൾ 1000 രൂപ വീതം പെൻഷൻ ലഭിക്കും. നിങ്ങളുടെ മരണശേഷം 1,70,000 രൂപ നിങ്ങളുടെ നോമിനിക്ക് ലഭിക്കും. പ്രായം കൂടുന്നതിനനുസരിച്ച് മാസം അടയ്ക്കേണ്ട തുകയിലും വർധനയുണ്ടാകും. അതനുസരിച്ച് 40 വയസ്സായ ഒരാളാണ് അടൽ പെൻഷനിൽ ചേരുന്നതെങ്കിൽ മാസം 291 രൂപ വെച്ച് അടക്കണം. ഇനി മാസം 2000 വീതം പെൻഷൻ വേണമെങ്കിൽ 18 വയസ്സുള്ളവർ മാസം 84 രൂപ വീതം നൽകണം. 30 വയസ്സിൽ ചേരുന്നവർ മാസം 231 രൂപ വീതം നൽകണം. 40 വയസ്സിൽ ചേരുന്നവർ 582 രൂപ വീതം അടക്കണം. ഇതുപോലെ മാസം 3000 രൂപ 4000 രൂപ വീതം ലഭിക്കുന്ന ഓപ്ഷനുകളും ഉണ്ട്. മാസം 5000 രൂപ വീതം പെൻഷൻ ലഭിക്കണമെങ്കിൽ 18 വയസ്സിൽ ചേരുന്നവർ മാസം 210 രൂപ വീതവും 30 വയസ്സിൽ ചേരുന്നവർ 577 രൂപ വീതവും 40-ാം വയസ്സിൽ ചേരുന്നവർ 1454 രൂപ വീതവും അടക്കണം. നിങ്ങൾ ഇങ്ങനെ അടക്കുന്ന തുകയുൾപ്പെടെയാണ് 60 വയസ്സിന് ശേഷം നിങ്ങളുടെ മരണം വരെയും അത് കഴിഞ്ഞ് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ മരണം വരെയും എല്ലാ മാസവും പെൻഷൻ തന്ന ശേഷം പിന്നീട് നിങ്ങളുടെ നോമിനിക്ക് തുക തിരിച്ചു നൽകുന്നത്. 2000 രൂപ പെൻഷൻ പദ്ധതിയിൽ ചേർന്നയാളുടെ നോമിനിക്ക് ഒടുവിൽ 3,40,000 രൂപ ലഭിക്കും. നിങ്ങൾ 5000 രൂപയുടെ പെൻഷന് വേണ്ടിയാണ് തുക അടക്കുന്നതെങ്കിൽ 8,50,000 ലഭിക്കും. ഇതിൽ ചേരുന്നതിനായി നിങ്ങൾക്ക് SBI, കാനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് തുടങ്ങി
ഏതെങ്കിലും പൊതുമേഖല അല്ലെങ്കിൽ സ്വകാര്യ മേഖല ബാങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിലോ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായാൽ മാത്രം മതി. ബാങ്ക് ശാഖകളിലോ പോസ്റ്റ് ഓഫീസിലോ നേരിട്ട് ചെന്നോ SBIയുടെ യോനോ ആപ്പ് പോലെയുള്ള മൊബൈൽ ആപ്പിലൂടെയെല്ലാം അടൽ പെൻഷനിൽ ചേരാവുന്നതാണ്. ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ നേരിട്ടെത്തി ആധാർ കാർഡും മൊബൈൽ നമ്പറും നൽകിയാൽ ബാക്കിയെല്ലാം അവർ തന്നെ ചെയ്തുകൊള്ളും. ഒരിക്കൽ ചേർന്നാൽ പിന്നെ തുക അടക്കുവാൻ വീണ്ടും ബ്രാഞ്ചുകളിൽ പോകേണ്ടതില്ല. ഡെബിറ്റ് ആകുന്നതാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന പോലെ മാസമോ 3 മാസമോ 6 മാസമോ കൂടുമ്പോൾ അക്കൗണ്ടിൽ നിന്നും തുക ഓട്ടോമാറ്റിക്കായി അടൽ പെൻഷനിലേക്ക് ഡെബിറ്റ് ആകുന്നതാണ്. അടൽ പെൻഷനിൽ ചേർന്ന ഒരാൾ 60 വയസ്സിന് മുൻപേ മരണപ്പെടുകയാണെങ്കിൽ ജീവിത പങ്കാളിക്ക് 60 വയസ്സ് വരെ ഗഡുത്തുക അടച്ച് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയി പെൻഷൻ വാങ്ങാം. അതിന് താല്പര്യമില്ലെങ്കിൽ അതുവരെ അടച്ച തുകയും പലിശയും നോമിനിക്ക് ഒറ്റത്തവണയായി തിരികെ ലഭിക്കും. അതുപോലെ അടൽ പെൻഷനിൽ മാസം 3000 രൂപ പെൻഷൻ ലഭിക്കുന്ന സ്കീമിൽ ചേർന്ന ഒരാൾക്ക് ഇടയ്ക്ക് വായ്പ മാസം 5000 രൂപ പെൻഷൻ കിട്ടുന്ന സ്കീമിലേക്ക് മാറണമെന്ന് തോന്നിയാൽ അങ്ങനെ മാറാവുന്നതാണ്. അടക്കുന്ന തുകയ്ക്ക് അതനുസരിച്ച് വർധന വരുന്നതുമാണ്. അതുപോലെ 5000 രൂപ പെൻഷനിൽ ചേർന്നയാൾക്ക് അതിലും കുറഞ്ഞ പെൻഷനിലേക്ക്, ഉദാഹരണത്തിന് 2000-ലേക്കോ 3000-ലേക്കോ ഒക്കെ മാറാവുന്നതുമാണ്. അതനുസരിച്ച് അടയ്ക്കേണ്ട ഗഡുവിൽ കുറവ് വരുന്നതുമാണ്. അടൽ പെൻഷനിൽ നിങ്ങൾ അടക്കുന്ന തുകയ്ക്ക് ATC പ്രകാരമുള്ള ആദായ നികുതി വകുപ്പിന്റെ ഇളവും ലഭിക്കുന്നതാണ്. അടൽ പെൻഷനിൽ നിങ്ങളടക്കുന്ന ഗഡുത്തുക ഒരു തവണ മുടങ്ങി പോവുകയാണെങ്കിൽ അടുത്ത ഗഡുവിനൊപ്പം ഒരു പിഴത്തുക കൂടി ചേർത്ത് മുടങ്ങിയ ഗഡു അടക്കാവുന്നതാണ്. 100 രൂപ വരെയുള്ള ഗഡുത്തുകയ്ക്ക് 1 രൂപയാണ് പിഴ. 101 മുതൽ 500 രൂപ വരെയുള്ള പ്രീമിയമാണ് നൽകുന്നതെങ്കിൽ 2 രൂപയാണ് പിഴ. 501 മുതൽ 1000 രൂപ വരെ മാസം പ്രീമിയം അടക്കുന്നവർക്ക് 5 രൂപയാണ് പ്രീമിയത്തോടൊപ്പം ഫൈനായി അടയ്ക്കേണ്ടി വരിക. 1001 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ 10 രൂപയും. മറ്റുള്ള സ്വകാര്യ ഇൻഷുറൻസ് സ്കീമുകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ തുച്ഛമായ ഒരു ഫൈൻ തുകയാണ് അടൽ പെൻഷനിൽ ഈടാക്കുന്നത് എന്ന് കാണുവാൻ കഴിയും. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന കേന്ദ്ര സ്ഥാപനത്തിന്റെ നിയന്ത്രണത്തിലാണ് ഈ പെൻഷൻ പദ്ധതി നടത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ആയതിനാൽ നമ്മൾ ഏത് തുകയാണോ ചേരുന്നത് ആ തുക പെൻഷനായി കിട്ടുമെന്ന് നമുക്ക് ഉറപ്പാക്കുവാൻ കഴിയും. അതിനാൽ ഈ പദ്ധതിയിൽ ചേരുന്നവർക്ക് നഷ്ടസാധ്യതയില്ല. ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ പദ്ധതികളും കോൺട്രിബ്യൂട്ടറി പെൻഷനുകളായാണ്. അതായത് പുതിയതായി സർക്കാർ സർവീസിൽ ജോലിക്ക് കയറുന്നവരുടെ ശമ്പളത്തിൽ നിന്നൊരു തുക പെൻഷൻ ഫണ്ടിലേക്ക് മാറ്റുകയും ഒടുവിൽ അവർ റിട്ടയർ ചെയ്യുമ്പോൾ അവരിൽ നിന്ന് മാസം മാസം പിടിച്ചിരുന്ന തുക കൂടി ഉപയോഗിച്ചാണ് പെൻഷൻ കൊടുക്കുന്നത്. പ്രമുഖ സ്വകാര്യ കമ്പനികളിലും പെൻഷൻ നൽകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ശമ്പളത്തിൽ നിന്നും പിടിക്കുന്ന വിഹിതം കൂടി ഉദ്ദേശിച്ചാണ് പെൻഷൻ നൽകുന്നത്. എന്നാൽ ഇത്തരത്തിൽ ശമ്പളമൊന്നും ലഭിക്കാത്ത ഓട്ടോ, ബസ് ഡ്രൈവർമാർ, ചെറിയ കടകൾ നടത്തുന്നവർ, സാധാരണ തൊഴിലാളികൾ, വീട്ടമ്മമാർ, കൃഷിക്കാർ, വഴിയോര കച്ചവടക്കാർ തുടങ്ങിയവർക്കൊക്കെ മാസം ഒരു തുക പെൻഷനായി ഉറപ്പായും ലഭിക്കുന്നതിന് അടൽ പെൻഷനിൽ ചേരാവുന്നതാണ്. ഒരു സാധാരണ തൊഴിലാളിക്ക് ഇപ്പോൾ നാട്ടിൽ ലഭിക്കുന്ന ഒരു ദിവസത്തെ വേതനത്തിൻ്റെ പകുതി പോലും ഒരു മാസത്തെ പ്രീമിയമായി പൊതുവെ വരില്ല. അതിനാൽ ആവശ്യമുള്ളവർ ഇതിൽ ചേരുന്നത് നല്ലതാണ്. അടൽ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന പ്രധാന സൂചന അടൽ പെൻഷൻ യോജന പ്രകാരമുള്ള മിനിമം ഗ്യാരണ്ടീഡ് പെൻഷൻ തുക ഇരട്ടിപ്പിക്കുവാൻ സാധ്യതയുണ്ടെന്നാണ്. നിലവിൽ 1000 രൂപ മുതൽ 5000 രൂപ വരെയാണ് പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് 10000 രൂപ വരെയായി വർദ്ധിപ്പിക്കുവാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. മിനിമം പെൻഷൻ തുകയിൽ വർധനവുണ്ടായാൽ അത് രാജ്യത്തെ ദുർബല വിഭാഗങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക സ്ഥിരതയുണ്ടാക്കുവാൻ സഹായിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ. ഈ വർഷത്തെ കേന്ദ്ര ബജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് അറിയുന്നത്. ഒട്ടേറെ പേർക്ക് ഉപകാരപ്പെടുന്ന ഈ ഇൻഫോർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേഷൻസുകൾക്കായി DCB മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.